കഴിഞ്ഞ ദിവസം കരകയറിയ ന്യൂനമർദ്ദം ഛത്തീസ്ഗഡിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി തുടരുകയാണ്. സാധാരണ കരകയറി ഏതാനും മണിക്കൂറുകൾക്കകം ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയാറുണ്ടെങ്കിലും നിലവിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ശക്തി കുറയാതെ കരഭാഗത്തിനും മുകളിൽ തുടരുകയാണ്. ഇതുകാരണം മധ്യ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു. വയനാട് ജില്ലയിൽ ശക്തമായ മഴ സാധ്യതയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും ഇന്ന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലത്തെ ഉപഗ്രഹ നിരീക്ഷണത്തിൽ തെക്കൻ ജില്ലകളിലാണ് മഴ ലഭിച്ചത്. വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ രാവിലെ കുറവായിരുന്നു. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിന് 30 കിലോമീറ്ററും ചാമ്പയിൽ 40 കിലോമീറ്ററിനും അകലെയാണ് തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ന്യൂനമർദ്ദം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നതിനാൽ പടിഞ്ഞാറുള്ള സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചേക്കും. ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. നാളെയും കേരളത്തിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിനൊപ്പം നാളെ ദക്ഷിണ ഉൾനാടൻ കർണാടകയിലും ഓറഞ്ച് അലർട്ടാണ്. അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 2 വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ജൂലൈ 29 മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗത 65 കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുകയാണ്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.